ഹലോ, ഞാൻ വിദ്യ. കേരളവർമ്മ കോളേജ് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സ് മാക്രോ ഇക്കണോമിക്സ് ആണ്. മെയിനായിട്ട് ഇത് ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചു കൊണ്ടിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് ആണ്. അപ്പോൾ ആ ഒരു മാക്രോ ഇക്കണോമിക്സ് എങ്ങനെയാണ് നമ്മൾ ഒറിജിൻ ചെയ്തതെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാക്രോ ഇക്കണോമിക്സിന്റെ ഒരു ക്ലാസ് ആണ്. മെയിനായിട്ട് അത് ഡിഗ്രി ഫൈനൽ ഇയർ ഇക്കണോമിക്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡിഗ്രി ഫൈനൽ ഇയേഴ്സിന് മാത്രമല്ല, അതുപോലെ തന്നെ നെറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരു ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു പ്രസന്റേഷൻ കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് മാക്രോ ഇക്കണോമിക്സ് എന്താണ് മാക്രോ ഇക്കണോമിക്സ്, അല്ലെങ്കിൽ മാക്രോ ഇക്കണോമിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. The term macroeconomics is derived from the Greek word makros, which means large, and it was for the first time used by Ragnar Frisch of Oslo University in 1933. And before 1930s, there was only one economics. ഞാൻ ഇതിന്റെ ഒരു മലയാളത്തിലും കൂടെ ഇതിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഈ മാക്രോ ഇക്കണോമിക്സിലെ മാക്രോ എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള മാക്രോസിൽ, അതായത് മാക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് വരുന്നത് ലാർജ്, വളരെ വലുതെന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ മാക്രോ എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ടേം യൂസ് ചെയ്തത് ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലെ റാഗ്നർ ഫിഷ് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് 1933 ആദ്യമായിട്ട് ഈ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. 1930 വരെ നമുക്ക് ആകെ ഒരു എക്കണോമിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 30 ശേഷമാണ് നമുക്ക് ഇക്കണോമിക്സിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് മെയിനായിട്ട് നമുക്ക് അവിടെ എമർജ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് മാക്രോ എക്കണോമിക്സ് as a specialized branch of economics was developed largely by the efforts of John Maynard Keynes, and the increased attention was given to macroeconomic variables only after the Great Depression, and a revolutionary change in the field of economics was brought about by the publication of Keynes' The General Theory of Employment, Interest and Money, which was published in the year 1936. And the change was so tremendous that it was termed as Keynesian Revolution, and Keynes is regarded as the father of macroeconomics. നമ്മൾ പറഞ്ഞു നിർത്തിയത് 1930 വരെ ആകെ ഒരു ജനറൽ ഇക്കണോമിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1933 ആദ്യമായിട്ട് റാഗ്നർ ഫിഷ് മാക്രോ എന്ന് പറയുന്ന ഒരു ടേമും അല്ലെങ്കിൽ ഒരു മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചും ഒക്കെ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ ഒരു മാക്രോ ഇക്കണോമിക്സിന്റെ ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് വരുന്നത് ഗ്രേറ്റ് ഡിപ്രഷന് ശേഷമാണ്. ഗ്രേറ്റ് ബ്രിട്ടനിൽ 1930s ഉണ്ടായിരുന്ന ആ ഒരു ഇക്കോണമിയിൽ സംഭവിച്ച ആ ഒരു ഡിപ്രഷനെയാണ് നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ആ ഒരു ഇക്കോണമിനെ അനലൈസ് ചെയ്തുകൊണ്ട് കെയ്ൻസ് ആണ് മുന്നോട്ട് വന്നതും ആ ഒരു ഇക്കോണമിനെ അനലൈസ് ചെയ്തതും. അത് കൂടുതലായിട്ട് നമുക്ക് തുടർന്ന് വരുന്ന ചാപ്റ്റേഴ്സിൽ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ജോൺ മെയ്നാർഡ് കെയ്ൻസിന്റെ ഒരു റെവല്യൂഷണറി വർക്കാണ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന വർക്ക്. ആ വർക്ക് പബ്ലിഷ് ചെയ്തത് 1936 അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബുക്കിനെ അല്ലെങ്കിൽ ആ ഒരു കെയ്ൻസിന്റെ ഐഡിയാസിനെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കെനീഷ്യൻ റെവല്യൂഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു ട്രമൻഡസ് ചേഞ്ച് തന്നെയായിരുന്നു ആ ഒരു ബുക്കിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഒരു റെവല്യൂഷൻ ആയിട്ട് കെയ്ൻസിനെയും അതുപോലെ തന്നെ കെനീഷ്യന്റെ ബുക്കിനെയും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസിനെയാണ്. മെയിനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആഡം സ്മിത്തിനെയാണ് നമ്മൾ ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. ദെൻ അടുത്തത് നമുക്ക് മാക്രോ ഇക്കണോമിക്സിന്റെ ഡെഫിനിഷനിലോട്ട് ചെയ്യാം. നമുക്ക് കുറെ ഡെഫിനിഷൻസ് നമുക്ക് കാണാവുന്നതാണ്, പക്ഷെ ഞാനിവിടെ മെയിൻ ആയിട്ട് 2-3 ഡെഫിനിഷൻസ് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഗാർട്ട്നർ ഓക്ലി describes
defines macroeconomics is a study of the forces or factors that determine the level of aggregate production, employment, and prices in an economy and their rates of change over time. And another definition, in the words of Baldwin, macroeconomic theory is that part of economics which studies the overall averages and aggregates of the system. And according to Edward Shapiro, macroeconomics deals with the functioning of the economy as a whole. In brief, macroeconomics can be considered as the study of an economy's total output, employment, and price level. And macroeconomics, also known as the theory of income and employment or income analysis. ഓക്കെ, അപ്പൊ നമ്മൾ ഡെഫിനേഷനിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ കടന്നിട്ടുള്ളത്. ഗാർട്ട്നർ ഓക്ലേയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. അതിൽ അദ്ദേഹം പറയുന്ന മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോഴ്സസിനെ കുറിച്ചിട്ടുള്ളൊരു പഠനമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ആ ഡിഫറെന്റ് ഫോഴ്സസ് ആ ഇക്കോണമിയിലുള്ള അഗ്രിഗേറ്റ് പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് എംപ്ലോയ്മെന്റിനെയും അതുപോലെ തന്നെ പ്രൈസ് ലെവലിനെയും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഫോഴ്സസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടേഴ്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓവർ ദ ടൈം അവരെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതും കൂടിയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. സിംപ്ലി മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോണമിയിലുള്ള മൊത്തമായിട്ടുള്ള പ്രൊഡക്ഷനിലും എംപ്ലോയ്മെന്റിലും അതുപോലെ തന്നെ പ്രൈസ് ലെവലിലും ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഡിഫറെന്റ് ഫോഴ്സസിനെ കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു ഫോഴ്സസിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓവർ ദ ഇയേഴ്സ് അല്ലെങ്കിൽ ഓവർ ദ ടൈമിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമായിട്ടാണ് അദ്ദേഹം മാക്രോ എക്കണോമിക്സിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് അടുത്ത ഫേമസ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് ബോൾഡിങ്ങിന്റെ ഡെഫിനേഷൻ. അദ്ദേഹം പറയുന്നത് മാക്രോ എക്കണോമിക് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക്സിന്റെ ഒരു പാർട്ടാണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് ഓവറോൾ ആവറേജസിനെ കുറിച്ചും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഓഫ് ദ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന് ക്ലിയർ ആണ്. ഈ രണ്ട് ഡെഫിനേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അഗ്രിഗേറ്റിനെ കുറിച്ചാണ്. അഗ്രിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ടോട്ടൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഇക്കോണമിയിലുള്ള മൊത്തത്തിലുള്ള അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഇക്കോണമിയുടെ ആ ഒരു സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിന് അടുത്ത ഫേമസ് ഡെഫിനേഷൻ ആണ് എഡ്വേർഡ് ഷാപ്പിറോയുടെ ഡെഫിനേഷൻ. ഷാപ്പിറോ പറയുന്നത് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇക്കോണമിയുടെ മൊത്തത്തിലുള്ള ഒരു ഫംഗ്ഷനെയാണ് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ നോക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രീഫ് ആയിട്ട് നമുക്ക് പറയാം, മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോണമിയിലുള്ള ടോട്ടൽ ഔട്ട്പുട്ട് അതുപോലെ തന്നെ ടോട്ടൽ എംപ്ലോയ്മെന്റ് അതുപോലെ തന്നെ ജനറൽ പ്രൈസ് ലെവലിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനത്തിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ചില സമയം തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നും അതുപോലെ തന്നെ ഇൻകം അനാലിസിസ് എന്നും പറയുന്ന പേരിലൊക്കെ നമ്മൾ മാക്രോ എക്കണോമിക്സിനെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്.